നമുക്ക് മാത്രമല്ല, ചൂട് നല്ലതായിട്ട് പച്ചക്കറിയെയും ബാധിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, പച്ചക്കറിയൊക്കെ അതിൻ്റെ ഷേപ്പൊക്കെ അങ്ങ് മാറി, ചൂട് കൂടിയത് കൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു കുക്കുംബർ, ഇതിനകത്ത് നമ്മൾ കുറച്ച് കുക്കുംബർ ഇട്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കൂടെ വെറുതെ കുറച്ച് നമ്മൾ കുറേ പടവലങ്ങയും കൂടെ ഇട്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ശരിയായി വരുമെന്ന് വിചാരിച്ചിട്ടതാണ്. പടവലങ്ങ നന്നായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. ബേബി പടവലം ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ചൂട് കൂടി പടവലം എല്ലാം ഈ ഒരു രീതിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ജൈവവളം നേർപ്പിച്ചൊഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഉഷാറായിട്ട് നിൽക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇത്രയും പോലെ കായ ആവത്തില്ല, വല്ലാതെ അങ്ങായി പോയേനെ ചൂട് കൂടിയത് കൊണ്ടേ. അപ്പോൾ ചൂട് സമയത്ത് നമുക്ക് എപ്പോഴും ജൈവവളം തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്, ജൈവവളം നേർപ്പിച്ചൊഴിക്കുന്നത് തന്നെ. പിന്നെ ഇത് കണ്ടോ, ഈ വരുന്ന കായ്കളൊക്കെ ഇതേപോലെ ചൂട് കൂടിയതുകൊണ്ട് ഉണങ്ങി പോവുക നന്നായിട്ട്. പക്ഷെ കാപിടുത്തം തന്നെ പിന്നെയും പിടിച്ചൊക്കെ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഉണങ്ങി പോകുന്നതും ഉണ്ട്. ഇതൊക്കെ നല്ല വാട്ടമുണ്ട് ഇതിന്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കേ നല്ല വാട്ടമുണ്ട്. നമ്മുടെ ഈ നട്ട ചീരയൊക്കെ പുള്ളിക്കുത്തായിപ്പോയി. മഴയൊന്ന് പെയ്തപ്പോഴത്തേക്ക് മൊത്തം ചീരയും ഇതേപോലെ പുള്ളിക്കുത്തായിപ്പോയി ഉണ്ടോ. ഇനി ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, എല്ലാം അതിന് പിഴുത് കളയാൻ മാത്രമേ പറ്റത്തുള്ളൂ.